അപ്പൊ ഇന്ന് ദേ ഈ ഒരു ലുക്കിലോട്ടുള്ള ട്രാൻസിഷൻ ആൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഈ പ്രാവശ്യത്തെ ഓണത്തിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തൊരു ഷൂട്ടാണ് ഇത്. ഫൈനൽ റിസൾട്ട്സ് അവസാനം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഫേസിൽ കുറച്ച് അലോവേര ജെൽ അപ്ലൈ ചെയ്തിട്ട് ഫേഷ്യൽ ഹെയർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നേരത്തെ കാണിച്ച ആ ലെൻസ് ഇല്ലേ, അത് വെക്കാൻ വേണ്ടി ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എന്റെ ഫേസിൽ ഇത്രയും ഫേഷ്യൽ ഹെയർ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എപ്പോഴൊന്നും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഷൂട്ടോ ഒക്കെ വരുമ്പോ മാത്രമാണ് ചെയ്യാറ്. പിന്നെ എന്റെ ബ്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ത്രെഡ് ചെയ്യാൻ പോവാൻ സമയം കിട്ടിയില്ല, അതാണ് സത്യം. പിന്നെ ഞാൻ കുറച്ചു നേരം ഫേസിൽ ഐസ് വെച്ചൊന്ന് റബ്ബ് ചെയ്തതിനു ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതിനു ശേഷം ഭയങ്കര ഹാഷ് ആയിട്ട് റബ്ബ് ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൂട്ട്സിന്റെ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് കേട്ടോ ഇപ്പോഴത്തെ എന്റെ ഒരു അബ്സല്യൂട്ട് ഫേവറേറ്റ് തന്നെയാണ്. ഫേസും നെക്കും ഇയറും ഒക്കെ നന്നായിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന കുറച്ച് മോയ്സ്ചറൈസറിൽ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറ്. അതാകുമ്പോ നന്നായിട്ട് കേക്കി ആവാതെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ മുടി ഒന്ന് കെട്ടിവെച്ചപ്പോഴാട്ടോ ഒന്ന് സമാധാനായത്. ഇനി വേണം മുടി ഇടയ്ക്ക് കയറാതെ ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എന്റെ ഫേവറേറ്റ് ആണ്. ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കാരണം വന്ന ഈ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് മറക്കാം. അണ്ടർ ഐസും പിന്നെ ഫേസിന്റെ കുറച്ച് ഭാഗങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കൺസിലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോറിയലിന്റെ കൺസിലർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അടിപൊളിയാട്ടോ, നല്ലൊരു കവറേജും അടിപൊളി ഫിനിഷിംഗ് ലുക്കും ആണ് കേട്ടോ ഇത് തരുന്നത്. ഇനി നമുക്ക് കണ്ണുകളൊക്കെ ഒന്ന് തിളക്കി തുടിപ്പിച്ചിങ്ങെടുത്താലോ. കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും സെയിം കളർ യൂസ് ചെയ്തിട്ട് ഐലൈനർ അപ്ലൈ ചെയ്യാം. കെ ബ്യൂട്ടിയുടെ ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടി പോയി എഴുതിയിട്ട് വരാവേ. അപ്പോ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. ആ കൺപീലേക്ക് ഇങ്ങ് നിവർന്ന് നിക്കട്ടെ. ലിപ്സ്റ്റിക് ഇടുമ്പോ ഡ്രൈ ആവാതിരിക്കാൻ എപ്പോഴും കുറച്ച് ലിപ് ബാം ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഇട്ട ലിപ് ബാം തുടച്ചു കളഞ്ഞിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുവാണ്. ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അടിപൊളിയാണ്. ടൈംഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ്. ലിപ്പിനെ ഒട്ടും ഡ്രൈ ആക്കില്ല, അടിപൊളിയായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കും. ആൻഡ് ഒരുപാട് ക്യാബിൻ ക്രൂസ് ഒക്കെ റിവ്യൂസ് ഇട്ടേക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. പിന്നെ മുഖത്തിനെ ഒന്ന് തുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊരു ലിക്വിഡ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോഴത്തെ എന്റെ ഒരു ഫേവറേറ്റ് ബ്ലഷ് ആണ്. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ തുടുത്തിരിക്കും. എനിക്ക് ബ്ലഷ് എത്ര ഇട്ടാലും മതിയാവില്ല. കുറച്ച് മൂക്കിലും ഇച്ചിരി താടിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് തുടുക്കട്ടെ. അപ്പൊ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഈ ഒരു പച്ച ബ്ലൗസും സാരി ആട്ടോ. സാരി ഉടുക്കുന്നതിന് മുന്നേ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡൈസൺ എയർ റാപ്പ് ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ജസ്റ്റ് ഒരു 7 to 10 മിനിറ്റ്സിലാണ് ഞാൻ എന്റെ ഹോൾ ഹെയർ കേൾ ചെയ്തെടുത്തത്. ഇനി സാരി ഉടുക്കാം. സാരി കുത്താൻ നമുക്ക് വിശാലിന്റെ ഹെൽപ്പ് ചോദിക്കാം കേട്ടോ. അപ്പൊ അവൻ എനിക്ക് സാരിയൊക്കെ നന്നായിട്ട് ബാക്കില് സേഫ് ആക്കി സെറ്റ് ചെയ്ത് തന്നു. ഹീസ് ആക്ച്വലി സോ സ്വീറ്റ്. അങ്ങനെ ഒരു മെയിൽ ഈഗോ ഒന്നും ഇല്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാൻ ചോദിച്ചാൽ മുല്ലപ്പൂ ഇല്ലാണ്ട് എന്തോണം അല്ലേ. പക്ഷെ ഇവിടെ ഫ്രഷ് മുല്ലപ്പൂ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ദേ ഈ ഒരു പ്ലാസ്റ്റിക് മുല്ലപ്പൂ ആണ് ഇപ്പൊ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നത്. എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആക്സസറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പച്ച കമ്മല്, പച്ച ചോക്കറ്, പിന്നെ ഒരു കണക്ഷൻ ഇല്ലാത്ത കുറെ പർപ്പിൾ വളയുമാട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഷൂട്ടിന്റെ ഫൈനൽ ഔട്ട് വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഷൂട്ടാണ് കേട്ടോ. ആൻഡ് ഒരുപാട് അടിപൊളി ഫോട്ടോസും കിട്ടിയിട്ടോ ഈ ഷൂട്ടിന്ന്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.